പഠിക്കുന്ന സമയത്തും അതേപോലെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കുന്ന സമയത്തും ഒരേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ആസിഡ്സ്. എങ്ങനെയാണ് നമ്മുടെ ലോഹങ്ങൾ ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയോ മക്കളെ? നമ്മുടെ അലൂമിനിയം, സിങ്ക്, മഗ്നീഷ്യൻ പോലെയുള്ള മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ഗ്യാസ് ആണ്, ഞാനൊരു ഹിന്റ് തരാം, കത്തുന്ന വാതകമാണ്, ഇൻഫ്ലേമബിൾ ഗ്യാസ് ആണ്, അതായത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഇതാ നോക്കിക്കോ, ഇപ്പൊ നമ്മുടെ മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തു. അപ്പൊ നോക്കുമ്പോൾ നമുക്ക് കുറെ ബബിൾസ്, കുറെ കുമിളകൾ വരുന്നത് കാണാൻ സാധിക്കും. ഈ കുമിളകൾ എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. സോ ഈ റിയാക്ഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് മഗ്നീഷ്യം ക്ലോറൈഡും അതേപോലെ ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് മാറുന്നു. ഇനി അയൺ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തു, എന്താ സംഭവിക്കുക? അവിടെ FeCl2വും ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് മാറും. ഇനി ഇതേപോലെ അലൂമിനിയം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തു, എന്താ സംഭവിക്കുക? 2AlCl3 അലൂമിനിയം ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസുമായിട്ട് മാറുന്നു. അപ്പൊ ഇവരൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സിങ്ക് എന്ന് പറയുന്ന മെറ്റലും സൾഫ്യൂരിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും പ്രോഡക്റ്റ് എന്ന് നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് കമന്റ് ചെയ്ത് നോക്കണേ.